ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം കൊടുക്കാനുണ്ട് കേക്ക്. അപ്പോൾ അതിൻ്റെ ബേക്കിങ്ങും അതേപോലെ ഐസിങ്ങും ഡെക്കറേഷനും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡാർക്ക് സ്പഞ്ചും അതേപോലെ വൈറ്റ് സ്പഞ്ച് വെച്ചിട്ടും കേക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ദിവസങ്ങൾ എത്ര ഓർഡർ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് എഗ്ഗ് അതേപോലെ വാനില എസൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവെക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 kg വെയിറ്റ് വരുന്ന ഡാർക്ക് സ്പഞ്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വാൻചോ ചെയ്യാനുണ്ട്, അതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റും. ആദ്യം ബേക്ക് ചെയ്യുന്നത് 2 ½ kg പിന്നെ ഒരു 1 kg ആണ് കേട്ടോ നമ്മൾ ആദ്യം ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കൂടിയും കൊടുക്കാനുണ്ട് കേട്ടോ. അത് നമുക്ക് വേറെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് എഗ്ഗൊക്കെ പൊട്ടിച്ചൊഴിച്ചു. അതിലേക്കുള്ള വാനില എസൻസും അതേപോലെ ഷുഗർ കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഒരുമിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഷുഗറൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ബീറ്റ് ആവുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ അരിപ്പിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 kgക്ക് വേണ്ട മൈദയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാൻ കേട്ടോ. ഞാനിപ്പം ഒരു പ്രാവശ്യമാണ് അരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഡാർക്ക് സ്പഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ കേക്കൊക്കെ നന്നായി ബേക്ക് ചെയ്തു. ഇനി നമ്മൾ ഐസിങ് ചെയ്ത് തുടങ്ങാനാണ് കേട്ടോ. കേക്കൊക്കെ ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് 1.5 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ സ്ട്രോബെറി ക്രഷും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഐസിങ് ചെയ്തു. ഇതിൽ നമുക്ക് മുകളിൽ ഡ്രിപ്പ് മോഡലിലാണ് ഗനാഷ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതായത് ഇതുപോലെ കുറച്ച് ഫ്ലവറും നെയിം കൂടി വെച്ചെടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കായി കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 2 നെയിം വെക്കാനുണ്ടായിരുന്നു. അടുത്ത കേക്ക് വരുന്നത് ഒരു 1 kg വെയിറ്റിൽ കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ളത് ഫുള്ള് നമ്മൾ ഈ ഒരു പിങ്ക് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ഡെക്കറേഷൻ ആണെങ്കിലും കാണാൻ അടിപൊളി ലുക്കാണ് കേട്ടോ ഈ ഒരു കേക്ക്. ഇനി കേക്കിൻ്റെ സൈഡിൽ പിങ്കിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമ്മളുടെ സിൽവർ ഫ്ലേക്സ് വെച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സൈഡിലായിട്ട് നമ്മൾ പിങ്ക് കളറിലുള്ള ബട്ടർഫ്ലൈ കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കേക്കിൻ്റെ ടോപ്പിലാണ് കേട്ടോ. കേക്കിൻ്റെ ടോപ്പിൽ നമുക്ക് ഫോക്സ് ബോൾ ഗോൾഡൻ കളറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3 ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് നമ്മൾ ഇതേപോലെ ഒന്ന് കേക്കിൻ്റെ ടോപ്പിലും അതേപോലെ സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് മോഡൽ നമുക്ക് കുറേ അധികം വന്നുകൊണ്ട് ഞാൻ ആ കേക്കിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ആയിക്കോട്ടെ കഴിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കേക്കിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്കും അതേപോലെ നെയിം കൂടി വെച്ച് കൊടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ടോ. അപ്പോൾ അടുത്ത കേക്ക് വരുന്നതും ഒരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു. അവർക്ക് ടോൾ കേക്കായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അത് നമുക്ക് കളർ തന്നിട്ടുള്ളത് പിങ്കും അതേപോലെ തന്നെ മൾട്ടി കളറായിട്ട് ഒരു ഡിസൈൻ കൂടിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 സൈഡിൽ ഇതേപോലെ പിങ്ക് കൊടുത്തു. പിന്നെ അത് മൾട്ടി കളറിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗോൾഡൻ കളർ ഇതേപോലെ ബ്രഷ് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയിമും കസ്റ്റമർ ഇതേപോലെ വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതാണ് ഈ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1 kg നട്ടി ബബിളും ഒരു 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൂടിയും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.